സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗുമചരസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 70-ാമത്തെ ദശകത്തിൽ 3 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സുദർശനാനുഗ്രഹം എന്ന കഥാഭാഗമാണ് നമ്മൾ അനുസ്മരിച്ചത്. പാമ്പിൻ്റെ വേഷത്തിൽ കിടക്കുന്നതായിട്ടുള്ള സുദർശനൻ, പാമ്പായിട്ട് ഭഗവാന്റെ അച്ഛൻ്റെ കാല് വിഴുങ്ങി എങ്ങനെയൊക്കെയോ അതിനെ വേറെയാക്കാൻ ശ്രമിച്ചു. തീക്കൊള്ളി കൊണ്ടടിച്ചു, നടന്നില്ല. ഭഗവാൻ തൻ്റെ പാദം സ്പർശം ചെയ്തപ്പോൾ അത് മനോഹരമായിട്ടുള്ള സ്വരൂപത്തെ സ്വീകരിച്ചു. തൻ്റെ കഥ പറഞ്ഞു. ഞാൻ സുദർശനൻ എന്ന പേരുള്ള വിദ്യാധരനായിരുന്നു. സുദർശനധര പ്രഭോ നനു സുദർശനാക്യോസ്മ്യഹം. ഞാൻ സുദർശനൻ എന്ന പേരുള്ളവനായിരുന്നു. എന്തേ ഇങ്ങനെയാവാൻ കാരണം? പാമ്പിൻ്റെ വേഷം വരാൻ. മുനിൻ ക്വചിത് ഉപാകസം ത ഇകമാം വെതുർവാകസം. അങ്കിരസ് മഹർഷിമാരെ കളിയാക്കി, എൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച അങ്കിരസുകളെ കളിയാക്കിയതുകൊണ്ട് അവർ ശപിച്ചതാണ്. അങ്ങയെ കാണുമ്പോൾ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടുമെന്ന് ശാപമോക്ഷവും തന്നു. എന്തായാലും അങ്ങയുടെ പാദപത്മത്തിൻ്റെ സ്പർശമേൽക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. അഹല്യയുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ ഒരു പാദസ്പർശം മതി, എത്ര ഉയരുന്നു. ഇനി അടുത്തതായിട്ട് ശംഖചൂഡ വധം എന്ന കഥാഭാഗമാണ്. കഥാപികലു സീരീണ വിഹരതി ത്വയി ത്രീജനേർ ജഹാരധനതാനുഗ സകില ശംഖചൂഡോബല അതിദ്രുതമനുദത്തമതമുക്തനാരീജനം ഋരോചിത ശിരോമണിം ഹലമൃദേ ച തസ്യാദദ. കഥാപി കലു തൊയ്, ഒരിക്കൽ, എന്തിരുവടി, സീരിണ ത്രീജനൈ വിഹരതി, ഗോപത്രികളോട് കൂടിയിട്ട് ബലരാമനാൽ വിഹരിക്കുമ്പോൾ, സീരി ബലരാമൻ, സീരൻ എന്ന് പറഞ്ഞാൽ കലപ്പ, കലപ്പ കയ്യിലുള്ളവൻ സീരി, കലപ്പ കയ്യിലുള്ളതായിട്ട് ബലരാമൻ. ആ ബലരാമനോടുകൂടി ഭഗവാൻ സ്ത്രീകളോടുകൂടി വിഹരിക്കുന്ന സമയത്തിങ്കൽ സ ധനദാനുക, ധനതൻ കുബേരൻ, കുബേരൻ്റെ അനുജനായിരിക്കുന്ന ധനദാനുക വൈശ്രവണൻ്റെ ഭൃത്യനാണ്, സഹോദരനല്ല, ഭൃത്യൻ. ധനദാനുക എന്ന ഭൃത്യൻ വൈശ്രവണൻ്റെ ഒരു ഭൃത്യ വിഭാഗത്തിൽപ്പെട്ട ശംഖചൂഡൻ എന്ന അസുരൻ. അവനൊരു യക്ഷനാണ്. കുബേരനൊക്കെ യക്ഷവർഗത്തിൽ പെടും. അപ്പം അവൻ്റെ അനുചരൻ എന്നാണ് ഇവിടെ പറഞ്ഞത്, സഹോദരനല്ല, അനുചരനായ ശംഖചൂഡൻ അബല ജഹാരാകില. ഈ ഗോപത്രികളെ പിടിച്ചാട് കൊണ്ടുപോയി. രസം, ഭഗവാൻ ഗോപികളെ കൊണ്ടുപോയില്ലോ, എന്നാൽ തനിക്ക് കൊണ്ടുപോയാൽ എന്താ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ശരിക്കും ഈ കഥ. അഥ ത്വം അതിദ്രുതം അനുദ്രുത. വളരെ വേഗം ഭഗവാൻ അവൻ്റെ പിന്നാലെ പോയി. സ്ത്രീകളെ വീണ്ടെടുക്കണ്ടേ? അതിദ്രുതം, വളരെ വേഗം, അനുദ്രുത, അനുഗമിച്ചു, വളരെ വേഗം അനുഗമിച്ചു. മുക്തനാരീജനം തം രുരോചിത, മോചിപ്പിച്ചു. എവിടേക്കാണ് സ്ത്രീകളെയും കൊണ്ട് പോണത്? വിട്ടു താടാ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് ആ സ്ത്രീകളെ ഭഗവാൻ മോചിപ്പിച്ചു. മുക്തനാരീജനം, നാരീജനത്തെ മോചിപ്പിച്ചു. അവൻ്റെ കഥ കഴിച്ചു. ഇനി ഈ ജാതി പണി ചെയ്യാൻ അവനുണ്ടാവരുത്. ജയിലിലടക്കി ശിക്ഷിക്കുന്നല്ല ചെയ്തത്. അവൻ്റെ കഥയുണ്ട്, ക്ലോസ് ചെയ്തു. തന്നെ രുരോചിത, പണ്ടേ സ്ത്രീ സുരക്ഷിതത്വത്തിന് അത്രയും പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല, അഴിഞ്ഞാട്ടം സമ്മതിച്ചിരുന്നില്ല ഒരാളും. അവൻ്റെ അവതാരം തന്നെ അത്തരം ധർമ്മം സംരക്ഷിക്കാനാണല്ലോ. അപ്പം ഇവിടെ ഭഗവാൻ ചെയ്തില്ലേ എന്ന് വിചാരിച്ചിട്ട് ശംഖചൂഡൻ ചെയ്തപ്പോൾ എന്തുണ്ടായി? കഴുത്തിൽ തല ഉണ്ടായില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാതും നമുക്ക് അനുകരിക്കത്തക്കതല്ല.
ഭഗവാൻ ഭഗവാനാണ്, നമ്മൾ നമ്മളാണ്. ആ വ്യത്യാസം ഉണ്ട്. മനുഷ്യൻ അനുകരിക്കാവുന്നതേ മനുഷ്യൻ അനുകരിക്കാൻ പാടൂ. അനുകരിക്കാവുന്നത് ഏതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ധർമ്മശാസ്ത്രത്തിൽ. എന്തൊക്കെ മനുഷ്യൻ ചെയ്യണം, എന്തൊക്കെ മനുഷ്യൻ ചെയ്യരുത്. പരസ്ത്രീകളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ ശാസ്ത്രം? ഒരിക്കലുമില്ല. അപ്പം മനുഷ്യൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വെച്ച സ്ഥിതിക്ക് മനുഷ്യനത് ചെയ്യരുത്. മനുഷ്യനെന്നല്ല, ആരും ചെയ്യരുത്. ഭഗവാൻ ഒഴികെ ആർക്കും അതിന് അധികാരമില്ല. അപ്പം അതുകൊണ്ട് സ്വയം നാശം സംഭവിച്ചു. കാരണം ഭഗവാൻ രാസക്രീഡ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അധികാരം ഉള്ളതല്ല. സർവനാശം സംഭവിക്കും. അതത്വം അതിത്രിതം അനുദൃത തം രുരോചിത, വധിച്ചു, അവനെ വധിച്ചു കളഞ്ഞു ഭഗവാൻ. എന്നിട്ടോ തസ്യ ശിരോമണിം അലഭൃതേ അതദാച. ഏട്ടാ, മറ്റേ തലയിൽ നല്ല വില പിടിച്ചൊരു രത്നമുണ്ട്, അത് ഏട്ടെടുത്തോളൂ, ഏട്ടനിരിക്കട്ടെ എന്നും പറഞ്ഞ് ജ്യേഷ്ഠന് കൊടുത്തു. തനിക്കിപ്പോൾ എന്താ ഈ രത്നത്തിൻ്റെ ആവശ്യം? ഏട്ടനിരിക്കട്ടെ എന്നും പറഞ്ഞ് ആ രത്നം, ഈ തലയിലത്തെ രത്നം അപഹരിച്ചതൊക്കെ ജപ്തി ചെയ്യുക ശിക്ഷയുടെ ഒരു ഭാഗമാണ്. അവൻ്റെ സമ്പത്ത് അപഹരിക്കണം. വിലപ്പിടിച്ചതായിരിക്കുന്ന ആ രത്നം അപഹരിക്കുകയും ചെയ്യുന്നത് വേറെ മഹാഭാവികളുടെ കയ്യിലാണ് കിട്ടുക. അവൻ മരിച്ചുല്ലോ, അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് കഥാപികലു സീരിണാവികരതിത്വ ഈ സ്ത്രീജനെ, ബലരാമനോടുകൂടി സ്ത്രീകളോടുകൂടി വിരിച്ചിരിക്കുന്ന സമയത്തിങ്കൽ ശംഖചൂടൻ സ്ത്രീകളെ കൊണ്ടുപോയി, കട്ടുകൊണ്ടുപോയി, സീതയെ കട്ടുകൊണ്ടുപോയ പോലെ ജഹാര കട്ടുകൊണ്ടുപോയി. ജഹാര ധനദാനുക. ആരാണ് ഈ ശംഖചൂടൻ? ധനതൻ്റെ കുബേരൻ്റെ ഭൃത്യനാണ്. ധനദാനുക സകില ശംഖചൂടോ ബല. അതിദ്രുതമനുദ്രുതം, പെട്ടെന്ന് അവൻ്റെ പിന്നാലെ പോയി, താമസം ഉണ്ടായില്ല. അതിദ്രുതം അനുദ്രുതം മുക്തനാരീജനൻ്റെ രോചിത. ആ സ്ത്രീകളെ മോചിപ്പിക്കലും അവനെ വധിക്കലും വേഗം കഴിച്ചു. ശിരോരത്നം ഏട്ടന് കൊടുക്കുകയും ചെയ്തു. ശിരോമണിം ഹലഭൃതേച തത്യാദദ ദിനേഷു ചതുകൃജനേ തകവനേഷു ലീലാപരം മനോഭവ മനോഹരം രഥിത വേണുനാദാമൃതം ഭവന്തം അമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമുനാലവൻ വിരകഥാപിതാ ഗോപിക. പറയണം, ദിനേഷു ച സുഹൃജനേഹി, പകൽ മുഴുവനും ഗോപന്മാരോടുകൂടി കാടുകളിൽ കഴിഞ്ഞു. വനേഷു ലീലാപരം മനോഭവ മനോഹരം, മനോഹര വേഷത്തോടു കൂടിയിട്ട് ഭഗവാൻ മയിൽപ്പീലിയൊക്കെ ചാർത്തി മഞ്ഞപ്പട്ട കൊടുത്ത ആരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടു കൂടി കാമദേവന് സമനായിക്കൊണ്ട് ലീലകൾ അനുഷ്ഠിച്ചു. രസിത വേണുനാദാമൃതം, ആ ലീലകൾക്ക് കൊഴുപ്പേകാൻ നല്ല ഓടക്കുഴലും നാദം ആലപിച്ചു. രസിത വേണുനാദാമൃതം അമരീദൃശാം അമൃതപാരണാദായിനം. ദേവന്മാർക്ക് അമൃതം പോലെ തോന്നുന്നതായിട്ട് നിന്തിരുവടിയെ ഓർത്ത് ഭവന്തം വിചിന്യ, കണ്ണുകൾക്ക് അമൃതസമാനമായിട്ടുള്ള അങ്ങയെ വിചിന്യ, ചിന്തിച്ചിട്ട് കണ്ടിട്ട് ഓർത്തിട്ട് വിരകതാപിത ഗോപിക, ആ ഗോപികൾ വിരഹദുരകളായി, വിരഹദുഃഖത്താൽ ബാധിക്കപ്പെട്ടവരായി തീർന്നു. അവരെന്തെല്ലാമാണ് ഭഗവാനെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറയാൻ പുറപ്പെട്ടാൽ അവസാനമില്ല. അത്രയധികം കാര്യങ്ങൾ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു. കാരണം ഭഗവാന്റെ വിരഹം അവർക്ക് അസഖ്യമായിരുന്നു. ഗോപികായുഗള ഗീതം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് ഭാഗവതത്തിൽ. ഗോപികാഗീതമല്ല, അത് വേറെ, 33. ഗോപികായുഗള ഗീതം 35 മറ്റാണ്. വാമബാഹുകൃതവഹമ കപോളോവൽ ഗീത പ്രതരാർപ്പിത വേണും എന്ന് തുടങ്ങുന്ന ചെറിയൊരധ്യായം. മനോഹരമായിട്ട് ഇങ്ങനെ നീട്ടിപ്പാടാൻ പറ്റുന്ന, സംഗീതാത്മകമായിട്ട് ആലപിക്കാൻ പറ്റിയ ചില അധ്യായങ്ങൾ ഭാഗവതത്തിലുണ്ട്. എല്ലാം പറ്റുമെങ്കിലും ചിലത് അധികം സംഗീതാത്മകമാക്കാം. അത്തരത്തിലൊന്നാണ് ഗോപികാഗീതം, ഗോപികായുഗള ഗീതം, ശ്രുതിഗീതം, വേണുഗീതം, അല്ലെങ്കിൽ വേണുഗാനം എന്നും പറയും, വേണുഗീതം എന്ന് രണ്ടും തന്നെ. 5 ഉണ്ട്. ഭ്രമരഗീതം എന്ന് പറഞ്ഞിട്ടൊന്ന് വേറും.
ഈ 5 ഗീതങ്ങൾ എന്ന് പ്രത്യേകം പറയും. ബാക്കി അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണവ. സംഗീതാത്മകമായിട്ട് ആലപിക്കാൻ പറ്റും. കുറേയും കൂടി എല്ലാം സംഗീതാത്മകമാക്കാം. പക്ഷേ ഈ 5 കൂടുതലും സംഗീതത്തിന് നീട്ടി ആലപിക്കാൻ കഴിവുണ്ടാവണം. വൃത്തം തെറ്റാതെ നീട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പാടൂ. നീട്ടണ്ടാത്തടത്ത് നീട്ടരുത്, നീട്ടേണ്ടടത്ത് നീട്ടും വേണം. സംഗീതാത്മകമാക്കണടത്ത് തെറ്റില്ല. പക്ഷെ എപ്പോഴും ഹ്രസ്വ ദീർഘങ്ങൾ തെറ്റിക്കരുത്. സംസ്കൃതത്തിലെ നിയമമാണത്. ഹ്രസ്വവും ദീർഘവും അങ്ങനെ തന്നെ പറയണം. ഹ്രസ്വമായിട്ട് ദീർഘമായിട്ട് പറഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിൽ നീട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നാലും വളരെയധികം നീട്ടുമ്പോൾ അവിടെ മാത്രയുടെ പ്രശ്നം വരും എന്നൊക്കെ ചിലർ പറയണം. അതുകൊണ്ട് കൂടുതൽ സംഗീതാത്മകമാക്കാതിരിക്കുകയാണ് നല്ലത്. അനുഷ്ഠിപ്പ് വൃത്തം, സംസ്കൃത വൃത്തങ്ങൾ ഒരുപാട് നീട്ടാതിരിക്കുകയാണ് നല്ലതെന്നാണ് പൊതുവേ പണ്ഡിതന്മാർ പറയാറ്. നീട്ടിയാൽ അതിൻ്റെ മാത്രകളൊക്കെ തെറ്റും. ഈ വൃത്തങ്ങൾക്ക് അക്ഷരങ്ങൾ തമ്മിൽ ചില മാത്ര കണക്കൊക്കെ ഉണ്ട്. അതല്ലാതെ നീട്ടാൻ പാടില്ല. എന്തായാലും പോട്ടെ. ആ ഗോപികായുഗള ഗീതത്തിൽ പറയുന്നതായിട്ട് കൃഷ്ണനെക്കുറിച്ച് ഗോപികൾ സ്മരിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. ദിനേഷു സുഹൃജനേതക വനേഷു ലീലാവരം. കാട്ടിൽ ലീലാകേളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ അത്ര മനോഹരമായിട്ട് ശോഭിച്ചു. മനോഭവ മനോഹരം രസിത വേണുനാഥാമൃതം. വേണുഗാനം അതിനൊന്നും കൂടി സൗന്ദര്യം കൂട്ടി. പശ്ചാത്തലം ഭവന്തം അമരീദൃശ അമൃതപാരണാദായിനം. അമരന്മാർ ദേവന്മാർക്ക് വളരെയേറെ കണ്ണിന് അമൃതം പോലെ തോന്നിച്ചതായിട്ടുള്ള ഭഗവാന്റെ വിരഹം. ദേവന്മാർ കണ്ടിട്ട് മതിയാവണില്ല ഭഗവാന്റെ ലീലകളെ. ആ ഭഗവത് വിരഹം ഈ ഗോപികൾക്കും അസഹ്യമായി. വിചിന്തിയ കിമുനാലഭൻ വിരകതാപിക ഗോപിക. വിരകതാപത്തിൽപ്പെട്ടതായിട്ടുള്ള ഗോപികൾ എന്ത് തന്നെ പറഞ്ഞില്ല, എല്ലാം പറഞ്ഞു. എന്ത് തന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് പറയാതിരുന്നത് എന്ന് ഭഗവത് ലീലകളെ ഗോപികൾ അനുസ്മരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ആ കംസൻ അരിഷ്ടാസുരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ അയക്കുകയാണ് കൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ട്. സ്വാഗത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൃത്തത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. വൃത്തം മാറിയിട്ടോ അവിടെ. ഭോജരാജഭൃത കർത്തത കച്ചിൽ കഷ്ടദുഷ്ട പദദൃഷ്ടിരരിഷ്ട നിഷ്ഠുരാഗിതര പട്ടു നിനാദ തിഷ്ടതേത്മഭവതേ വൃഷരൂപി. വൃഷം എന്ന് പറഞ്ഞാൽ കാള. അതേ വാക്കിൽ തന്നെ സംസ്കൃതത്തിൽ ധർമ്മം എന്നും അർത്ഥമുണ്ട്. ഇവിടെ ശരിക്കും വൃഷരൂപി അല്ല അരിഷ്ടാസുരൻ, അധർമ്മിയ. പിന്നെ എങ്ങനെയാണ് വൃഷരൂപി എന്ന് ഇവിടെ ചേരുക? കാളയുടെ രൂപമാണ് അവിടെ ചേരും. കാളയുടെ രൂപം എന്നതിൽ മാത്രമേ ചേരൂ. ഭോജരാജൻ കംസൻ, ഭോജരാജ്യത്തിൻ്റെ അധിപനാണ് ഭോജരാജൻ കംസൻ. ഭൃതകത്വത കച്ചിത്, അവൻ്റെ ഭൃത്യനും ദുഷ്ടസ്വഭാവമുള്ളവനും. ഭോജരാജഭൃത കത്വത കച്ചിത്, ഇതവൻ്റെ പ്രകൃതം. കഷ്ട ദുഷ്ടപഥദൃഷ്ടി, ദുഷ്ടനാണ്. ആരെയും കൊല്ലാനും ശരിയല്ലാത്ത പ്രവർത്തിച്ചതിന് ഒരു മടിയില്ല. ചിലക്ക് അങ്ങനെയാണല്ലോ. കഷ്ട ദുഷ്ടപഥ, ദുഷ്ടപഥത്തിൽ സഞ്ചരിക്കുന്നവനാണ്. ദൃഷ്ടിരരിഷ്ട, പേരോ അരിഷ്ടൻ. അരിഷ്ടാസുരൻ എന്നാണ് ഇവൻ്റെ പേര്, ശരിക്കുള്ള പേര്. അപ്പോൾ വൃഷാസുരൻ എന്ന് പറഞ്ഞാൽ കാളയുടെ രൂപം സ്വീകരിച്ച് വന്നുകൊണ്ട് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ശരിയായ പേര് അരിഷ്ടാസുരൻ എന്നാണ്. അരിഷ്ടം എന്ന് പറഞ്ഞതിന് വിഷമങ്ങൾ സൃഷ്ടിക്കുക എന്നാണല്ലോ പേര്. നിഷ്ഠുരാകൃതി പട്ടു നിനാദ. നിഷ്ഠുരാകൃതി ഭയങ്കര രൂപം, അസഹനീയമായ രൂപം. മറ്റുള്ളവർക്ക് അസഹനീയത ഉണ്ടാക്കുക അവൻ്റെ ഒരു പ്രകൃതമാണ്. ശബ്ദം കൊണ്ടും നടത്തം കൊണ്ടും ഒക്കെ. നിഷ്ഠുരാകൃതി, ഭയാനകമായിട്ടുള്ള ഒരു കാളയുടെ രൂപം സ്വീകരിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കി. ആ പട്ടു നിനാദ തിഷ്ഠതേസ്മ ഭവതേ വൃഷരൂപി. കാളയുടെ രൂപമെടുത്ത് അങ്ങയെ വധിക്കാൻ വേണ്ടി വന്നു. വൃഷരൂപി, കാളയുടെ സ്വരൂപം സ്വീകരിച്ച്, അതിഭയങ്കര സ്വരൂപം സ്വീകരിച്ച് അങ്ങയെ കാണാൻ വന്നു. അങ്ങനെ ഭഗവാനെ കൊല്ലാൻ ശ്രമിക്കുന്നു. തിരിച്ച് ഭഗവാനാൽ വധിക്കപ്പെടേണ്ടതാണ് തുടർന്നുള്ള ശ്ലോകത്തിൽ പറയണത്.
ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.